സീറ്റുകളുടെ കാര്യത്തിൽ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു 85% കോട്ടയത്ത് ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്, ഇല്ല എന്നല്ല, അതെല്ലാം നമ്മൾ പറഞ്ഞ് തീർക്കും, അതിനൊന്നും സംശയങ്ങളൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വളരെ ബെറ്ററായിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്നാണ് നമ്മളെ മുന്നണി പ്രവേശനമായത്. അതുകൊണ്ട് അതിനേക്കാൾ ബെറ്ററായിട്ട് കാര്യങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നമ്മളോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പടിവാതിൽക്കൽ നിൽക്കുന്നു. എത്രത്തോളം തയ്യാറെടുപ്പിലാണ് കേരള കോൺഗ്രസ്? നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു 2 മാസക്കാലമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തി വരികയാണ്. കഴിഞ്ഞ 1 മാസക്കാലം കൊണ്ട് നമ്മുടെ കുടുംബയോഗങ്ങൾ എല്ലാ വാർഡുകളിലും നമ്മൾ നടത്തിക്കഴിഞ്ഞു. അത് ഇവിടെ മാത്രമല്ല, എല്ലാ പ്രദേശങ്ങളിലും. അവിടെ നമ്മൾ ചെയ്ത വികസന പദ്ധതികളൊക്കെ നമ്മൾ ജനങ്ങളെ കൊണ്ട് എത്തിക്കുവാൻ ഒരു പരിധി വരെ കഴിഞ്ഞു. ചർച്ചകൾ ഏതാണ്ട് 14 ജില്ലകളിലും 80%, 75-80% പൂർത്തീകരിച്ചു. കുറച്ച് നീക്കുപോക്കുകൾ നടത്താനുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടത്തി പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ ഒരു MLAക്ക് ചാർജ് ഒരു 2 ജില്ലാ തൊട്ട് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പുറത്തുനിന്നുള്ളവരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ പാർട്ടിയുടെ നിർദ്ദേശം അവിടുത്തെ ലോക്കലായിട്ടുള്ള ജില്ലയുടെ സെക്രട്ടറിമാരും അവിടുത്തെ LDFുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ്. കേരള കോൺഗ്രസ് നിർണായക ശക്തിയാകുമോ? കോട്ടയത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം LDFിൽ വന്നതോടെ പല ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ പറ്റി, ബ്ലോക്കുകളിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റി. ഇക്കുറിയും അത്തരം ഒരു പ്രകടനം ആവർത്തിക്കാൻ കഴിയുമോ? സീറ്റുകളുടെ കാര്യത്തിൽ കോട്ടയത്തൊക്കെ ധാരണയായോ? സീറ്റുകളുടെ കാര്യത്തിൽ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു 85% കോട്ടയത്ത് ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്, ഇല്ല എന്നല്ല, അതെല്ലാം നമ്മൾ പറഞ്ഞ് തീർക്കും, അതിനൊന്നും സംശയങ്ങളൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വളരെ ബെറ്ററായിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്നാണ് നമ്മളെ മുന്നണി പ്രവേശനമായത്. അതുകൊണ്ട് അതിനേക്കാൾ ബെറ്ററായിട്ട് കാര്യങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം അറിയാമല്ലോ, ഈ പറയുന്ന കാസർഗോഡ്, കാസർഗോഡൊക്കെ UDFിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ജില്ലാ പഞ്ചായത്ത് ലഭിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലഭിച്ചു, നമുക്ക് അവിടെ വിജയിക്കുവാനും കഴിഞ്ഞു. അങ്ങനെ മിക്കവാറും ഉള്ള ജില്ലകളിൽ പാലക്കാട് നമുക്ക് നിന്നു ജയിച്ചു. ഇതെല്ലാം ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ചില സ്ഥലങ്ങൾ 100 വോട്ടിനൊക്കെയാണ് പരാജയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നല്ലൊരു മുന്നേറ്റം അന്നുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി നമുക്കറിയാം നീക്കുപോക്ക് കുറച്ചുകൂടെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വ്യത്യാസം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായതിനു ശേഷം ഈ ജില്ലയിൽ ഇടതുപക്ഷം ലഭിച്ചു. അത് ജില്ലയാണെങ്കിലും ബ്ലോക്കാണെങ്കിലും ഗ്രാമപഞ്ചായത്തുണ്ട്. അത് കുറച്ചുകൂടെ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യും, അതിനൊന്നും സംശയം. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് കേരള കോൺഗ്രസ് എം ക്യാമ്പ്. മികച്ച മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ജോസ് കെ മാണിയും പങ്കുവെക്കുന്നത്. പാലായിൽ നിന്ന് ജോസി ബാബു, മീഡിയ 1.